എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയുണ്ടായി. ഇമാം ബസ്സാർ ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന യുബല്ലിഗൂന അൻ ഉമ്മതി അസ്സലാം. എനിക്ക് അല്ലാഹു തആല ചില മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട്. അവനെനിക്ക് ഇങ്ങനെ സലാം എത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അല്ലാഹു തആല എനിക്ക് സലാം എത്തിച്ചു തരാൻ വേണ്ടി പ്രത്യേകമായ ഒരു തരം മലക്കുകളെ അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. പിന്നീട് അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, തുഹദ്ദിസൂന വയഹ്ദസു ലക്കും, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ എന്നോട് സംസാരിക്കുന്നു, വഫാതി ഖൈറുൽ ലക്കും, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാൻ, തുറദു അലയ്യ അഅമാലുക്കും, എങ്ങനെയാണ് വഫാത്ത് ഖൈറാകുന്നത്? മറ്റൊരു റിവായത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇദാ അന മിത്തു, ഞാൻ മരിച്ചാൽ തുറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. ഫമാ റഅയ്തു മിൻ ഖൈരിൻ, ഞാൻ എന്തെങ്കിലും നന്മ കണ്ടാൽ ഹമിദുല്ലാഹ അലൈഹി, ഞാൻ സ്തുതിക്കുന്നതാണ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്. വമാ റഅയ്തു മിൻ ശർരിൻ, വല്ല തെറ്റുകളും നിങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ, വല്ല മോശവും കണ്ടാൽ, ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കൽ ചോദിക്കുന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായ സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവരുടെ ആശയം എന്താ? വഫാത്തായി, മരിച്ചു, മണ്ണായി, ദ്രവിച്ചു, പോയി, ഇനി മണ്ണിനോട് ചോദിച്ചിട്ടെന്താ എന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് ഇവിടെ ഉള്ളതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കൽ ചോദിക്കുന്നതാണ്. പൊറുക്കൽ ചോദിക്കുമ്പോൾ നബിയോട് അങ്ങോട്ട് ചോദിക്കാൻ പറ്റുമോ? പൊറുക്കൽ ചോദിക്കാൻ, അല്ലാഹുവിനോട് പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ആവശ്യപ്പെടാൻ പറ്റുമോ? ആവശ്യപ്പെടാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്തിഗാസയുടെ രണ്ടാമത്തെ തെളിവ് പിടിച്ചോ. വിശുദ്ധ ഖുർആൻ, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ആരായിട്ട് വിശദീകരിക്കേണ്ടത്? ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വിശദീകരിച്ചാൽ എനിക്കും പറ്റൂല. പണ്ഡിതന്മാർ വിശദീകരിക്കാൻ, നിങ്ങൾ തന്നെ പ്രാമാണിക പണ്ഡിതനായി ഉദ്ധരിക്കുന്ന അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, യുർഷിദു തആല, അല്ലാഹു തആല ഇവിടെ എന്താണ് പറയുന്നത്? അൽ ഉസാത്ത, മുഴുവൻ ദോഷികളോടും, അല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അൽ ഉസാത്ത വൽ മുസ്ലിമീന, മുഴുവൻ ദോഷികളോടും പറയുന്നു, ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ, അയ്യതു ഇല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ വഫാത്തായതോട് റസൂൽ അല്ലാതാവുന്നില്ല, ഇല റസൂലി, റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ട് വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, അല്ലാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കൽ ചോദിക്കണം. കാര്യമില്ല, നബിയോട് ചോദിക്കണം. അവർക്ക് പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹു അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ചോദിക്കണം. നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവില്ലേ? ദോഷിയാകും. നമ്മൾ തെറ്റിയതാ ദോഷിയാകും. ദോഷിയായാൽ ചോദിക്കണമെന്ന് അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിന് അർത്ഥം വെക്കുന്നു. നമ്മൾ അർത്ഥം വെച്ചു എന്ന് പരാതി വേണ്ട, മഹാനായ അല്ലാമ ഇബ്നു കസീർ അർത്ഥം വെക്കുന്നു. അതുകൊണ്ട് വഫാത്തായ നബിയോട് ചോദിക്കാമെന്ന് ഖുർആൻ ഉദ്ധരിച്ചു. അത് തഫ്സീർ സഹിതം ഞാൻ ഖുർആൻ ഉദ്ധരിച്ചു. പിന്നെ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സഹായം ചോദിക്കൂന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ലാതെ ഏതായാലും നമ്മളത് ഒന്നാമത്തെ സെഷനിൽ നമുക്ക് മനസ്സിലായി. ഇനി കേട്ടോ, അന സയ്യിദു ഉലൂദി ആദം, ഞാനാണ് ആദം സന്തതികൾക്ക് അഭയം തേടി ചെല്ലാനുള്ള വ്യക്തിയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സയ്യിദു ഉലൂദി ആദം, എന്തിനാണ് സയ്യിദ്? നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, നിങ്ങൾക്ക് ഉൽദു ആദം, ആദം സന്തതികൾ. ആദം സന്തതികൾ എന്ന് പറഞ്ഞാല് ആദം സന്തതിയല്ലേ? ആണ്. നമുക്കൊക്കെ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഉള്ള വ്യക്തിയാണ്, ഉള്ള നേതാവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസ്, വലാ ഫഖറ, ഞാൻ ഫഖർ പറയുകയല്ല, ഹദീസിലുണ്ട്. അതുകൊണ്ട് എന്തായിപ്പോ ഖുർആനിൽ ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല എന്ന് ഒരൊറ്റ, നബി സല്ലല്ലാഹു വഫാത്തായ നബിയോട് ഇസ്തിഗാസ ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആനിൽ ഒരൊറ്റ ആയത്തില്ല, ഹദീസിൽ ഒരൊറ്റ ഹദീസില്ല. ചെയ്യണമെന്ന് കൂലു പറഞ്ഞോ, ഉന്നൂർന സഹായിക്കണേ എന്ന് പറഞ്ഞോ എന്ന് ഖുർആൻ പറയുന്നു. പറയരുത് എന്ന് വഹാബി പറയുന്നു.